വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടൻ മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയിൽ. മോഹൻലാലിന്റെ ഹർജി നാളെ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. ബി ബാലഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ബാലു, താരത്തിന്റെ ആവശ്യം എന്താണ്? വ്യക്തിത്വ നിയമങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മോഹൻലാൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് തന്റെ ചിത്രം, ഈ ശബ്ദം എന്നിവയൊക്കെ ഈ ഉപയോഗിക്കുന്നത്, അനധികൃതമായി ഉപയോഗിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ന ആവശ്യമാണ് ഈ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ മോഹൻലാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹർജിയിൽ നാളെ ഡൽഹി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ജ്യോതി സിംഗ് പരിഗണിക്കുകയും ചെയ്യുന്നതായിരിക്കും. നേരത്തെ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി താരങ്ങളും ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ ഈ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അനിൽ കപൂർ, അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ തുടങ്ങിയവർക്ക് അനുകൂല ഉത്തരവ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് ബോളിവുഡ് താരം സൊനാക്ഷി സിൻഹയ്ക്കും ഈ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ അനുകൂല ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഹർജിയുടെ ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ മോഹൻലാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ ശബ്ദം, ചിത്രം, അതുപോലെ തന്നെ താനുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ ഇവയൊക്കെ ഈ പരസ്യങ്ങൾ, അതുപോലെ തന്നെ ഈ വീഡിയോകളിലൊക്കെ ഈ അനുമതി ഇല്ലാതെ ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നാളെ ഇക്കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായേക്കുമെന്നാണ് അഭിഭാഷകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. തന്റെ ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദമൊന്നും അനധികൃതമായി ഉപയോഗിക്കരുത് എന്നതാണ് താരത്തിന്റെ ആവശ്യം. AI ഉപയോഗിച്ച് നമുക്കറിയാം, സാധാരണ ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദമൊക്കെ AI ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിനൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിലാണ് നടൻ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നാളെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.